നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് 60കളും 70കളും ഫോക്ലോർ സയാസി അക്കാദമിയിൽ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. ഇന്നലെ മയങ്ങുമ്പോൾ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ച് തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര ഔട്ട്സ്റ്റാൻഡിങ് പ്രോഗ്രാമായിരുന്നു. കാരണം ഞാൻ ഇന്ന് വരെ ഒരു പ്രോഗ്രാം ഇത്രയും ഫുള്ളായിട്ടിരുന്ന് ആസ്വദിച്ചിട്ടില്ല. ഇത് യാസറിൻ്റെ ആങ്കറിങ്ങും ആ പാട്ടിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉത്സാഹവും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളും പാട്ടിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ആളുകൾ രാത്രി 1 മണിയായിട്ട് പിരിഞ്ഞു പോകാതെ ഈ ഒരു പാട്ടിൻ്റെ മൂഡിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിയുന്നത് അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നമ്മുടെ യാത്രയുടെ ഒരു ആങ്കറിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പഴയ പാട്ട് ഓർമ്മകളെ തിരിച്ചുകൊള്ളുന്ന രീതിയിലുള്ള ഏറ്റവും നല്ല ഒരു എന്താണ് പറയുക, നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭയങ്കര പരിപാടിയായിരുന്നു. വാക്കുകൾക്ക് അതീതമായിട്ട് പിന്നെ നമ്മൾ ഈ പ്രവാസ ലോകത്ത് നിന്ന് നമ്മളുടെ സ്ട്രെസ്സും റിലീഫ് ആവുന്ന രീതിയിലുള്ള നല്ലൊരു പ്രോഗ്രാം ഫാമിലിയുടെ കൂടെ ഇരുന്ന് നമുക്ക് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. ഇന്നലെ നീ ഉറങ്ങുമ്പോൾ ബാബുക്കൻ്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. മലബാർ പ്രവാസി UA ഇന്ന് നടത്തിയൊരു പരിപാടി തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായത്. ഇന്നലെ മയങ്ങുമ്പോൾ ബാബുക്കയുടെ ഒരു കലാസൃഷ്ടി നമ്മളിൽ നിന്ന് തികച്ചും വേറിട്ട് പോയ ഒരു കലാരൂപം തിരിച്ച് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി തികച്ചും അതിൻ്റെ ഹാങ്ങർ യാത്രക്കാർ തികച്ചും പ്രാബല്യത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും പഴയകാല സ്മരണകൾ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ടീംസിന് കഴിഞ്ഞു. ഇനി ഒരുപാട് പേര് പരിപാടികൾ നടത്താൻ ഇവർക്ക് വിധി കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥന. പറയാനുള്ളത്, എനിക്കിപ്പോൾ 48 വയസ്സായി.